നമുക്കിന്ന് ഒരു ഓണം റെസിപ്പി ഉണ്ടാക്കാം. ശർക്കര വരട്ടിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 4 പച്ച ഏത്തക്കായ എടുത്തു. ഏത്തക്കായയുടെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം അതിൻ്റെ പുറം ഭാഗത്തുണ്ടായിരുന്ന കറ നല്ലതുപോലെ തേച്ച് കഴുകി മാറ്റി വെച്ചു. മാറ്റി വെച്ചതിന് ശേഷം ഞാനതിനെ ചെറിയ പീസുകളായിട്ട് മുറിച്ചു. നടുഭാഗത്തൂടെ ഒരു കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ട് ഒരേ വലിപ്പത്തിലുള്ള പീസുകളായിട്ടാണ് മുറിച്ചത്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ശർക്കര, ജീരകം, ചുക്ക്, ഏലക്കായ, കുറച്ച് അരിപ്പൊടി എന്നിവയാണ് വേണ്ടത്. ഞാനൊരു പാൻ ൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാനായി വെച്ചിരുന്നു. എണ്ണ തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായയുടെ കഷ്ണങ്ങൾ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തു. അത് ഏകദേശം ഒരു നല്ല ബ്രൗൺ കളറാകുന്നവരെ വറുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഏലക്കായ, ജീരകം, ചുക്ക് എന്നിവ നല്ലതുപോലെ പൊടിച്ചെടുത്ത് വെച്ചു. വെച്ചതിന് ശേഷം ഞാൻ ശർക്കര കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ട് അത് ഉരുക്കി എടുത്തതിന് ശേഷം നന്നായി അരിച്ച് കളയണം. അരിച്ച് കളയുമ്പോഴാണ് അതിനകത്തെ മണ്ണൊക്കെ മാറുന്നത്. അത് നമ്മൾ ഒരു പാനിൽ വെച്ച് നന്നായിട്ട് ഇളക്കണം, തിളപ്പിച്ചിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ആ പത തെളിഞ്ഞു വരുന്നുണ്ടല്ലോ, ആ പത നല്ലതുപോലെ വറ്റുന്നത് വരെ ഇത് ഇളക്കുക. ഞാൻ അതിലേക്ക് കുറച്ച് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കായയുടെയും പൊടിയും ചുക്കും അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു. ആ ഒരു ശർക്കരയ്ക്ക് ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഏകദേശം ഒരു 8 മിനിറ്റ് ആയപ്പോഴേക്കും ശർക്കര നന്നായിട്ട് തിളച്ച് ഒരുമാതിരി അതിൽ നിന്ന് പതഞ്ഞ് പൊങ്ങുന്നത് പോലെ കണ്ടു. ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ശർക്കര നമ്മൾ ഒരു സ്റ്റിക്കി ആവുന്നവരെയാണ് നമ്മളിത് ഇളക്കേണ്ടത്. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശർക്കര ആ തവിയിൽ തന്നെ എടുത്തിട്ട് ഒന്ന് ഒഴിച്ച് നോക്കുക. സ്റ്റിക്കി ആണെങ്കിൽ അത് ഒരു ത്രെഡ് പോലെ നിൽക്കും. അതുവരെ നമ്മളതിനെ ഇളക്കി നന്നായിട്ട് അതിൽ വെള്ളം വറ്റിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴേക്കും ശർക്കര പാനി റെഡിയാകും. അതിലേക്ക് ഞാൻ ഈ ഏത്തക്കായ വറുത്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. പുറകെ ഏലക്കായ, ജീരകം, ചുക്ക് എന്നിവ പൊടിച്ചതും ആഡ് ചെയ്തു. കുറച്ച് നേരം നമ്മളത് ഇളക്കണം. ശർക്കരയ്ക്കൊരു ലൂസ് പോലെ കാണുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് ടൈറ്റായി വന്നോളും. വീണ്ടും അതിൽ വെള്ളമയം പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർക്കാവുന്നതാണ്. ഏകദേശം ഒരു 3 മിനിറ്റോളം ഞാനത് ഇളക്കി നല്ലതുപോലെ ഏത്തക്കായയുടെ പുറത്തെല്ലാം ശർക്കര പിടിക്കത്തക്കവണ്ണം ഇളക്കി. അതിന് ശേഷം ഇളക്കിയത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണിത്. ഇങ്ങനെ നമുക്ക് നല്ല ക്രിസ്പിയായ സ്വീറ്റായ ശർക്കര വരട്ടി, നമ്മൾ ഓണസദ്യക്ക് വിളമ്പുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ശർക്കര വരട്ടി. അത് നമുക്കിങ്ങനെ തയ്യാറാക്കാം.